2012 നവംബർ 17 മുതൽ 2013 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരദനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് വൈക്കം ഇടമനയില്ലം ബ്രഹ്മശ്രീ ദാമോദരൻ പോറ്റിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. സ്വാമിയേ ശരണമയ്യപ്പ. ഓം നമഃശിവായ. ഓം നമോ നാരായണായ. 2012-13 കാലഘട്ടത്തിൽ ശബരിമല മേൽശാന്തിയായിരിക്കുവാൻ അവസരമുണ്ടായി. ഗുരു കാരണവന്മാരുടെയും തിരുവൈക്കത്തപ്പൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും പരദേവതമാരുടെയൊക്കെ അനുഗ്രഹത്താൽ നമുക്ക് ഈശ്വര കടാക്ഷം ഉണ്ടായി. മേൽശാന്തിയാകുവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും 2000 ചെട്ടികുളങ്ങര ഭഗവതിയെ സേവിക്കാൻ നിയോഗം ഉണ്ടാവുകയും ആയതോട് അനുബന്ധിച്ച് ആ സമയത്ത് അവിടെ നിന്ന ഒരു ഭക്തൻ്റെ അഭിപ്രായമാണ് മാളികപ്പുറം ക്ഷേത്രത്തിലേക്ക് പലതവണ അപേക്ഷ കൊടുക്കുവാനും 4-5 തവണ സെലക്ഷൻ കിട്ടുവാനും സാധ്യതയായി. എന്നാൽ ഓരോ വർഷവും ഓരോരോ നിയമങ്ങൾ വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് എനിക്ക് 10ാം തരം എഴുതി പാസ്സാകാൻ പറ്റിയില്ല. എന്നാൽ സർക്കാർ നിയോഗിച്ച സാക്ഷാ മിഷൻ്റെ തുല്യതാ പരീക്ഷയിൽ എനിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാനും തൊട്ടടുത്ത വർഷം തന്നെ എനിക്ക് ശബരിമല മേൽശാന്തിയാകുവാനും സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ ബോണസ്. അതും വൈക്കം ക്ഷേത്രത്തോടനുബന്ധിച്ച് കൃഷ്ണൻ്റെ ഒരമ്പലമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ തന്നെ. വൈക്കം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ഒരുവിധം എല്ലാവരും വന്നു പോകുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കുവാനൊരു അവസരം ഉണ്ടാക്കി തന്നു വൈക്കത്തപ്പൻ. അവിടെ നിന്നും ചെട്ടികുളങ്ങര മേൽശാന്തിയായ ആ അനുഭവങ്ങൾ ധാരാളം മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ കൃഷ്ണൻകോവിലിരിക്കുന്ന അവസരത്തിൽ 3 കൊല്ലം കഴിയുമ്പോൾ സ്ഥലം മാറ്റം പതിവാണ്. അങ്ങനെ വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ മേൽശാന്തിയായിരിക്കുകയാണ് ഈ ഒരു അസുലഭ സൗഭാഗ്യം വന്നുചേർന്നത്. ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏറെ ഉത്തരവാദിത്വവും ശ്രദ്ധയും ഭക്തിയും ഒക്കെ ഉണ്ടാവേണ്ടുന്ന ഒരു സ്ഥലമാണ്. അല്പം ഭയത്തോടെയാണെങ്കിലും വൈക്കത്തപ്പനും ഗുരുവായൂരപ്പനും ഒക്കെ കൂടെ നിന്ന് സഹായിക്കുകയാണ് എങ്കിൽ എനിക്ക് ആ സ്ഥാനം കിട്ടിയാൽ കൊള്ളാം എന്ന് ഞാൻ മനസ്സാ പ്രാർത്ഥിച്ചിരുന്നു. ആ ഒരു കരുണാകടാക്ഷം മേൽശാന്തിയായി അവിടെ സ്ഥാനമേറ്റ് തിരികെ എത്തുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതും അതുപോലെ തന്നെ ഭംഗിയായി ഒരു പരാതിയും പരിഭവവും ഒരു ആശൂലവും ഒന്നും ഉണ്ടാവാതെ തന്നെ ആ അനുഗ്രഹത്താൽ നമുക്ക് അവിടുത്തെ നിത്യനിദാന പൂജകൾ നമുക്ക് കഴിക്കുവാനും അത് പൂർണ്ണമായി പര്യവസാനിച്ച് ആ തൃപ്പടി ഇറങ്ങുവാനും സാധിച്ചു. 1984 തൊട്ട് സ്ഥിരമായിട്ട് ശബരിമലയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആയതുകൊണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഞാൻ 86 തൊട്ട് സർവീസ് ഉള്ളതുകൊണ്ടും കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെ വെളിച്ചത്തിലും കൂടെയാണ് ഇങ്ങനെ ഒരു സദുദ്യമത്തിന് നമ്മൾ മുതിർന്നത്. വളരെയേറെ കടമ്പകൾ കടക്കേണ്ടുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ എനിക്കിങ്ങനെ ഒരു സൗഭാഗ്യം വന്നു ചേർന്നത് എൻ്റെ അമ്മയുടെയും കൂടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു വർഷം അവിടെ മേൽശാന്തിയായിരിക്കുമ്പോൾ ഓരോ ഭക്തജനങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം ധാരാളം കഥകൾ അയ്യപ്പസ്വാമി തോന്നിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ. അതുകൂടാതെ തന്നെ നട അടച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിത്യ തേവാരങ്ങളെല്ലാം കഴിഞ്ഞ് മണ്ഡപത്തിലിരുന്ന് പ്രാർത്ഥിക്കുക, ജപിക്കുക, പ്രദക്ഷിണം വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ അയ്യപ്പസ്വാമിയായിട്ട് സംവദിക്കുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിൽ സാധാരണ നമ്മൾ എല്ലാ ഭക്തജനങ്ങളും പോകുന്നതാണ്. നമുക്ക് നമ്മുടെ നക്ഷത്രപരമായിട്ടും അതായത് ജ്യോതിഷമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയും, അതുകൂടാതെ തന്നെ ജനനം തൊട്ട് മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ പല ദുരിതങ്ങളും നമുക്കുണ്ടാവും. അത് നല്ലതും ചീത്തയും ഒക്കെ നമുക്ക് കടന്നു പോകുന്ന ഒരു വഴിയാണ്. നമ്മളൊരു മനുഷ്യ ശരീരത്തെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതായത് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത അധികം വേദനകൾ ഉണ്ടാവും. ആ വേദന നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആ ഒരു സന്നിധാനത്ത് ഇരിക്കുക എന്നുള്ളതും ശബരിമലയിൽ തൊഴാനെത്തുന്ന ഭക്തജനങ്ങൾക്കാണെങ്കിലും നമ്മളുടെ ആ കഠിനവ്രതം നന്നായിട്ട്
എടുത്ത് മറ്റ് ചിന്തകളൊന്നും കൂടാതെ സന്നിധാനത്ത് എത്തുന്നത് വരെ നാമജപാദികളും ശരണം വിളികളും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ആ അയ്യപ്പൻ്റെ മുഖമൊന്ന് കണ്ടാൽ തിരിച്ച് മലയിറങ്ങുമ്പോൾ എന്തൊരു നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്. നമ്മളുടെ ആ ശാരീരികമായ വേദനകൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ നമ്മളാൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് ആ അയ്യപ്പ സ്വാമിയുടെ ദർശനം. പമ്പയിൽ നിന്നും നടന്ന് നമ്മൾ സന്നിധാനത്ത് ചെല്ലുമ്പോൾ നമ്മൾ വളരെ വിഷമിച്ചായിരിക്കും ചെല്ലുന്നത്. എന്നാൽ ആ അയ്യപ്പൻ്റെ ആ തിരുമുഖം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം മറന്നുപോകും. ആ ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് ഓരോ ഭക്തജനങ്ങൾക്കും ഉണ്ടാകുന്നു. അപ്പോൾ ഒരു വർഷം ഞാൻ അവിടെ ഇരുന്ന് സേവിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഒരു അനുഭൂതി എത്ര കണ്ടാലും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോ ഭക്തജനങ്ങളുടെയും പരിഭവങ്ങളും പരാതികളും ഒക്കെ നമുക്ക് തീർക്കേണ്ടതുണ്ട്. അത് മേൽശാന്തി എന്ന നിലയിൽ മാക്സിമം ആവുന്നത് അയ്യപ്പസ്വാമിയായിട്ട് സംബന്ധിച്ച് ഒരു പരിഹാരം ഉണ്ടായതായിട്ടും ഒക്കെ അനുഭവങ്ങളിൽ കൂടെ ഓരോ ഭക്തജനങ്ങൾ ഒന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സും കണ്ണും നിറയും. അതൊക്കെയാണ് വലിയൊരു അനുഭവം എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ പല യാതനകളുണ്ടാവും, നമ്മളുടെ പോരായ്മകൾ, അതിനൊക്കെ അയ്യപ്പസ്വാമി ഒരു വഴികാട്ടി തന്നു. ആയതുകൊണ്ടാണ് ഇന്ന് ഈ അമൃത ചാനലിൽ ഇങ്ങനെ ഒരു 2 വാക്ക് ഭക്തജനങ്ങളോട് പറയുവാൻ അവസരമുണ്ടായത്. തൃപ്പക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ആണ് ചട്ടികുളങ്ങര മേശാന്തിയായിട്ട് മേശാന്തിക്ക് അപേക്ഷ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ നറുക്കെടുപ്പ് തുടങ്ങി 6ാമത്തെ മേശാന്തിയായിട്ട് സെലക്ഷൻ കിട്ടുകയും ആ ഒരു വർഷം ശബരിമല മാളിയപ്പുറത്തും ശബരിമലയിലൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രചോദനം ഉണ്ടായത് ആ ചട്ടികുളങ്ങര അമ്മയുടെ കരുണാകടാക്ഷമുണ്ട്. അത് വളരെയധികം അത്ഭുതമാണ്. ആ അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതയാത്രയ്ക്ക് തന്നെ വളരെയധികം മുൻതൂക്കം ഉണ്ടായി. ആ ഒരു സന്തോഷവും നമുക്ക് എന്നും ഓർത്തിരിക്കേണ്ടതാണ്. ശബരിമല ദർശനത്തിന് പോകുന്ന എല്ലാ ഭക്തജനങ്ങളും ശബരിമല എന്ന് മാത്രമല്ല ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ നിത്യനിദാന ചടങ്ങുകളായ സന്ധ്യയ്ക്കുള്ള രാവിലെ ആണെങ്കിലും വിളക്ക് വെച്ച് കുടുംബത്തിൽ പ്രാർത്ഥന, കുടുംബ പരദേവന്മാരെ പ്രാർത്ഥിക്കുക, അതിലുപരി ദേശ ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുക. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ പൂർവ്വരെയും ഗുരുക്കന്മാരെയും അച്ഛനമ്മമാരെയും നമ്മുടെ കുലദേവതമാരെയും സർപ്പത്താന്മാരെയും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു മാർഗദർശനം നമുക്ക് ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം അവരുടെ അനുഗ്രഹത്താൽ ഉണ്ടാവും. ശബരിമല ദർശനത്തിന് പോകുമ്പോഴാണെങ്കിലും ഇത്യാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആ അയ്യപ്പസ്വാമിയെ കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം 4 ഇരട്ടിയാണ്. എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സ്വാമിയേ ശരണം അയ്യപ്പ.